Hi students, welcome to the English class. In the previous class we discussed the first lesson from the first unit, Adventures in a Banyan Tree by Ruskin Bond. So the first part of this lesson we already discussed. From the lesson we learned that a boy who wanted to live with nature and who wanted to spend most of his time with the nature, and whenever he got leisure time he spent his time on a banyan tree. So in the last part of that the class we learned that one day the boy saw a strange things when he was sitting on the platform of the banyan tree. Okay, what was the strange incident? Let's discuss. Now, all of you take the page number 11 of the textbook and the third paragraph of the page number 11. Okay, listen. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. It was an April afternoon, April masathile uchchikku sheshamayirunnu, and the warm breezes of approaching summer, varan povunna summerinte adayathu venalkalathinte munnodiyayittulla ചൂട് കാറ്റ് had sent everyone, including grandfather അടക്കമുള്ളവരെ ഡോറിനുള്ളിലേക്ക്, അതായത് വീടിനകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ചൂട് കാരണം. I was feeling drowsy myself. എനിക്കാണെങ്കിലും ചെറുതായിട്ട് ഡ്രൗസി ആകുന്നുണ്ട്. ഡ്രൗസി മീൻസ് മയക്കം, ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. And was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. എനിക്ക് തോന്നി ചെറുതായിട്ട് എനിക്ക് മയക്കം വരുന്നുണ്ട്, അതുകൊണ്ട് വീടിന് പുറകിലുള്ള കുളത്തിൽ പോയി ഒന്ന് കുളിച്ചു വരാം എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കോബ്ര ആ തൊട്ടടുത്തുള്ള കാക്ടസിന്റെ ഉള്ളിൽ നിന്നും, കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിമുൾച്ചെടി, അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു. കോബ്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, മൂർഖൻ പാമ്പ്. അത് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരുന്നത് എന്തിനായിരിക്കാം? എനിക്ക് തോന്നി ഈ ഗാർഡനിലോ ഒന്നുകൂടി കൂളർ പാർട്ടിലേക്ക്, തണുപ്പുള്ള ഭാഗത്തേക്ക് അത് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നെനിക്ക് തോന്നി. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, അതേ സമയം തന്നെ ഒരു മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി, ഒരു കീരിയും whom I had often seen, അവനെ ഞാൻ പലപ്പോഴായിട്ട് ഗാർഡനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. emerged from the bushes and went straight from the cobra. പെട്ടെന്ന് ഈ കുറ്റിക്കാടിനുള്ളിൽ നിന്നും മംഗൂസ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ നേരെ മൂർഖനടുത്തേക്ക് കുതിച്ചു. In a clearing beneath the tree, in bright sunshine, they came face to face. In a clearing beneath the tree, മരത്തിന് താഴെയുള്ള വിജനമായ സ്ഥലത്ത്, മരങ്ങളൊന്നും ഇല്ലാത്ത വളരെ തെളിഞ്ഞ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആ സ്ഥലത്ത് വെച്ച് രണ്ടുപേരും ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൂര്യപ്രകാശത്തിൽ അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നു. Cobra knew only too well that a grey mongoose 3 feet long was a superb fighter. മൂർഖന് നല്ലോണം അറിയാം ഈ വെറും 3 അടി മാത്രം നീളമുള്ള മംഗൂസ് വളരെ നല്ല ഫൈറ്റർ ആണെന്ന് അറിയാം. ക്ലവർ, അത് മാത്രമല്ല കൗശലക്കാരനാണ്. ആൻഡ് അഗ്രസീവ്, നല്ല ആക്രമണ സ്വഭാവമുള്ള ആളാണ് എന്ന് മൂർഖന് അറിയാം. ബട്ട് കോബ്ര വാസ് സ്കിൽഫുൾ. പക്ഷെ അതേസമയം മൂർഖനും എന്താണ്? സ്കിൽഫുൾ ആണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു, നല്ല അനുഭവ സമ്പത്തുള്ള, നല്ലോണം ഫൈറ്റ് ചെയ്ത് പരിചയമുള്ള ആളാണ് മൂർഖനും. ചുരുക്കി പറഞ്ഞാൽ രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം. He could move swiftly and strike with the speed of light. മൂർഖനെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ വേഗത്തിൽ, സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, വളരെ വേഗത്തിൽ ചലിക്കാനും കഴിയും, അതുപോലെ തന്നെ പ്രകാശത്തിന്റെ വേഗത്തിൽ കൊത്താനും കഴിയും. ആൻഡ് ദ sacks behind his long sharp fangs. This sacks എന്ന് പറഞ്ഞാൽ ചാക്ക്, സഞ്ചി എന്നൊക്കെ പറയും. behind his long sharp fangs, അവന്റെ നീളമുള്ള തേറ്റ പല്ലുകളുണ്ട്. നീളമുള്ള പല്ലുകൾ, ഈ മൂർഖന്റെ നീളമുള്ള പല്ലുകൾക്ക് പുറകിലുള്ള
ആ സഞ്ചിയിൽ were full of deadly venom. അതിൽ അതിഭയാനകമായ വെനമാണ്, വിഷമാണ് അവന്റെ പല്ലുകൾക്ക് പിറകിലുള്ള ആ സഞ്ചിയിലുള്ളത്. ഇത്രയും ശക്തനായ ഒരു പോരാളി തന്നെയാണ് ആര്? മൂർഖനും. It was to be a battle of champions. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന യുദ്ധം ചാമ്പ്യന്മാരുടെ യുദ്ധം, അല്ലാതെ ലോക്കൽസ് അല്ല. വളരെ ചാമ്പ്യന്മാർ, വളരെ നല്ല കഴിവുള്ള രണ്ട് ചാമ്പ്യന്മാരുടെ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground. Hissing defiance, defiance means ഒരു നമ്മൾ എന്താ പറയുക, ഒരു എതിർപ്പ് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഹിസ് ചെയ്തുകൊണ്ട്, ഹിസ് എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ ഒക്കെ ആ ഒരു സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ് ഫോർക്ക് ടങ്, ഫോർക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ല നമുക്ക്, ആ ഫോർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടില്ല, അങ്ങനെ പല്ലായിട്ട്. അപ്പോൾ ഇവിടെ പാമ്പിന്റെ നാവിന്റെ പ്രത്യേകതയാണ് ഇങ്ങനെ ഒരു രണ്ട് ഈ ഇതളുകളായിട്ട് നിൽക്കുന്ന ഈ ആ നാവ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റിംഗ് ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലേക്ക് ഇടുന്നുണ്ട്, പുറത്തേക്ക് തള്ളുന്നുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് the cobra raised 3 of his 6 feet off the ground. ആകെ 6 അടി നീളമുള്ള കോബ്ര അവന്റെ 3 അടി ഭാഗം ഉയർത്തി. എന്നിട്ടോ and spread his broad spectacled hood, ചുറ്റിലേക്കും കാണാവുന്ന അവന്റെ പത്തി അവൻ ഉയർത്തി വെച്ചു. The mongoose pushed his tail. എന്നാൽ മംഗൂസ് വെറുതെ നിന്നോ? ഇല്ല, അവൻ എന്ത് ചെയ്തു? അവന്റെ വാല് ഉയർത്തി. pushed his tail, അവന്റെ വാല് ബുഷാക്കി മാറ്റി, അതായത് കുറ്റിക്കാട് പോലെ എന്ന് പറഞ്ഞാൽ അവന്റെ വാലിങ്ങനെ ഒരു പൊക്കി വെച്ചു. അപ്പൊ അവന്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. അവന്റെ പുറകില്, മുതുകില്, സ്പൈൻ എന്നുള്ള പുറകില്, അവന്റെ പുറകില് നിറയെ രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും ഫെറ്റാലാകെ ആയേക്കാവുന്ന, ഫെറ്റാൽ എന്ന് പറഞ്ഞാൽ അതിമാരകമായേക്കാവുന്ന പല ആക്രമണങ്ങളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ രോമങ്ങൾ. അപ്പൊ പാമ്പൊന്നും കൊത്തിക്കഴിഞ്ഞാൽ അവനത് ഏൽക്കൂല, കാരണം ഈ രോമങ്ങളിൽ തട്ടി അവൻ പലപ്പോഴായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ രോമങ്ങളും അവൻ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചു നിന്നു. Though the combatants were unaware of my presence in the banyan tree. എന്നാൽ താഴെ നിൽക്കുന്ന കുട്ടി പറയാണ്, കഥ പറയാണ്, താഴെ നിൽക്കുന്ന 2 പോരാളികളും മുകളിലുള്ള എന്നെ പറ്റി അൺഅവെയറാണ്, അവർ ബോധവാന്മാരല്ല. എന്നെപ്പറ്റി ബോധവാന്മാരല്ലെങ്കിലും they soon became aware of the arrival of 2 other spectators. പക്ഷെ 2 കാണികൾ, സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞ കാഴ്ചക്കാർ, 2 കാഴ്ചക്കാരെ പറ്റി അവർ അവെയറായി. അറൈവൽ എന്ന് പറഞ്ഞാൽ വരവ്, ആഗമനം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിപ്പാർച്ചർ, പോവുക എന്നുള്ളത്. സോ one was a myna. ആരൊക്കെയാണ് വന്നത്? One was a myna and the other a jungle crow. ഒന്നൊരു മൈനയാണ്, മറ്റൊന്നൊരു കാട്ടുകാക്കയാണ്, jungle crow. ബ്രാക്കറ്റിൽ നമുക്ക് കാണാം not the wily urban crow. നമ്മൾ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ കാണുന്ന വൈലി ക്രോ അല്ല, കൗശലക്കാരനായിട്ടുള്ള കാക്കയല്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോ കോഴികൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ കാക്കയൊക്കെ വരും, കാക്ക വന്നിരുന്നാലും എത്ര നല്ല ഭക്ഷണമാണെങ്കിലും നമ്മുടെ ഒരു അനക്കം കണ്ട കാക്ക എന്ത് ചെയ്യും? പറഞ്ഞു പോകും. കാരണം കൗശലക്കാരനാണ്, അവനറിയാം നമ്മുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത്. സോ ഇവിടെ അത്ര വൈകിയല്ല, അത്ര കൗശലക്കാരനല്ല ഈ ജംഗിൾ ക്രോ. They had seen these preparations for battle. ഈ യുദ്ധത്തിനുള്ള നടക്കാൻ പോകുന്ന ഈ ഫൈറ്റിങ്ങിന്റെ തയ്യാറെടുപ്പുകൾ അവർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ had settled on the cactus to watch the outcome. എന്തായിരിക്കും ഔട്ട്കം, എന്തായിരിക്കും റിസൾട്ട് എന്നറിയാൻ വേണ്ടി അവര് 2 പേരും ആ കാക്ടസിന് മുകളിൽ, കള്ളിമുൾ ചെടിക്ക് മുകളിൽ ഇരിപ്പിടം ഉറപ്പിച്ചു. Had been content only to watch, content ചെയ്യാൻ satisfied, അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ all would have been well with both of them. ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യുക എന്ന് മാത്രം, ആ ഒരു കാര്യത്തിൽ മാത്രം അവർ തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ എല്ലാം അവർക്ക് നല്ല രൂപത്തിൽ ആകുമായിരുന്നു. അപ്പൊ ഇവരെന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കാരണമായിട്ട് അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ബാക്കി പാരഗ്രാഫിലേക്ക് നോക്കാം. Listen. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. The cobra stood on the defensive. The defensive football കളിക്കുന്ന പൊസിഷനൊക്കെ അറിയാൻ പറ്റും, ഡിഫെൻഡ് ചെയ്യുക അല്ല, ഫുട്ബോളിൽ ഡിഫെൻഡ് ചെയ്യുക.
പ്രതിരോധിക്കുക, എതിർക്കുക. സോ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് മൂഡ്. ഒരു ഡിഫെൻസീവ് ആയിട്ട് പ്രതിരോധം എന്നുള്ള തരത്തിലാണ് കോബ്ര നിൽക്കുന്നത്. സ്വയിങ് സ്ലോലി. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. ഫ്രം സൈഡ് ടു സൈഡ് ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. അവൻ മംഗൂസിനെ കീരിയെ മെസ്മറൈസ് ചെയ്യാണ്. മെസ്മറൈസ് ചെയ്യാന്ന് നമ്മൾ മാസ്മരികത, മാജിക് ചെയ്യുക, അല്ലെ, കൺകെട്ട് എന്നൊക്കെ പറയും. അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, ഒരു തെറ്റായ ചലനത്തിലേക്ക് അവനെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ പിന്നെ കീരിക്ക് അറിയില്ല അത് എങ്ങോട്ടാണ് പിന്നെ അവൻ നീങ്ങുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ ആടാൻ തുടങ്ങി. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. പക്ഷെ മംഗൂസിന് വളരെ വ്യക്തമായിട്ട് അറിയാം തൻ്റെ ഒപ്പോണന്റിന്റെ, തൻ്റെ എതിരാളിയുടെ കണ്ണുകളുടെ പ്രത്യേകത. എന്താണ് കണ്ണുകളുടെ പ്രത്യേകത? ഗ്ലാസി, നല്ല ഗ്ലാസ് പോലെ നല്ല തെളിഞ്ഞ കണ്ണുകൾ. പിന്നെയോ അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകത അൺവിങ്കിങ്, ചിമ്മാത്ത കണ്ണുകളാണ്. അപ്പൊ ആ കണ്ണിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ നോട്ടം ആ കണ്ണിലേക്ക് എത്തും. ഓട്ടോമാറ്റിക്കലി അവൻ അറ്റാക്ക് ചെയ്യും. ഇത് ആർക്കറിയാം? മംഗൂസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ മൂർഖന്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. പകരം എന്ത് ചെയ്തു? ഇൻസ്റ്റഡ് he fixed his gaze at a point just below the cobra's hood. പകരം അവൻ മൂർഖന്റെ പത്തിയുടെ താഴെയായിട്ട് നോട്ടം ഫോക്കസ് ചെയ്തു. എന്നിട്ടോ and opened the attack. എന്നിട്ട് ആക്രമണം തുടങ്ങി. എങ്ങനെ തുടങ്ങിയത്? മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് പാരഗ്രാഫ്. മൂവിങ് ഫോർവേഡ് ക്വിക്ലി until he was just within the cobra's reach. നേരെ അവൻ മുന്നോട്ട് ചെന്നു, കോബ്രയുടെ അടുത്തേക്ക് ചെന്നു. ഏകദേശം കോബ്രയുടെ അടുത്തെത്താറായപ്പോൾ he made a feint to one side. പെട്ടെന്നൊരു വ്യാജ മൂവ്മെന്റ്, പെട്ടെന്ന് ഒരു സൈഡിലേക്ക് പെട്ടെന്നൊന്ന് അവൻ മാറി. എന്നിട്ടോ immediately the cobra struck. അല്ല, അവൻ മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി വ്യാജ മൂവ്മെന്റ്. ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഒരാളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തെന്നി മാറിയിട്ട് ഇങ്ങോട്ട് നിൽക്കും. അപ്പൊ ഈ മാറുന്ന സമയത്ത് അവൻ വരുന്നത് ഇങ്ങോട്ടായിരിക്കും, പക്ഷെ നമ്മളുള്ളത് ഇവിടെ തന്നെയാണ്. അതേ രൂപത്തിൽ മംഗൂസ് എന്ത് ചെയ്തു? ഒരു വ്യാജ മൂവ്മെന്റ് നടത്തിയപ്പോൾ കോബ്ര സ്ട്രക്ക് ചെയ്തു. പക്ഷെ സ്ട്രക്ക് ചെയ്ത ഭാഗത്താരില്ല, കൊത്തിയ ഭാഗത്താരില്ല, മംഗൂസ് ഇല്ല. ഹിസ് ഗ്രേറ്റ് ഹുഡ് came down so swiftly. വളരെ വേഗത്തിൽ അവന്റെ പത്തി താഴോട്ട് വന്നു. That I thought nothing could save the mongoose. മുകളിൽ ഇരുന്ന് കുട്ടി കാണാണ്, പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കുട്ടി കാണാണ്, ഒരു ശക്തിക്കും ഈ മംഗൂസിനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് കുട്ടിക്ക് തോന്നിപ്പോയി. But the little fellow jumped nearly to one side. പക്ഷെ നമ്മുടെ കുഞ്ഞു കീരി എന്ത് ചെയ്തു? അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഒരു ഫെയിന്റ് മൂവിങ് ആണ് നടത്തിയത്, ഒരു വ്യാജ മൂവിങ് നടത്തി നേരെ ഇങ്ങോട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? And darted in as swiftly as the cobra. കോബ്രയുടെ അതേപോലെ തന്നെ വളരെ വേഗത്തിൽ അവൻ കോബ്രയുടെ നേരെ ചാടി. Biting the snake on the back. വീട് കിടക്കുന്ന കോബ്രയുടെ ബാക്ക് ഭാഗത്ത് എന്ത് ചെയ്തു? അവൻ കടിച്ചു. എന്നിട്ട് ഡാർട്ടിങ് അവേ അഗൈൻ ഔട്ട് ഓഫ് റീച്ച്, ഒരു കടി കടിച്ചിട്ട് വേഗം ദൂരേക്ക് മാറി നിന്നു. ഓക്കെ, അതായത് കോബ്ര പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കടി കടിച്ചു, നേരെ മാറി നിന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. The moment the cobra struck, the crow and the myna hurled themselves at him. കോബ്ര മംഗൂസിനെ കൊത്തിയ അതേ സമയം തന്നെ മൈനയും കാക്കയും കൂടി ഈ പാമ്പിന്റെ അടുത്തേക്ക് പറന്നു വന്നു. Only to collide heavily. പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാ പറന്നു വന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രണ്ടുപേരും വായുവിൽ വെച്ച് കൊളീഡ് ചെയ്തു, കൂട്ടിമുട്ടി. ഹെവിലി, വളരെ ശക്തമായിട്ട് ഇൻ മിഡ് എയർ, വായുവിൽ വെച്ച്. Shrieking at each other, പരസ്പരം ആക്രോശിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് they returned to the cactus plant. അവർ വീണ്ടും ചെയ്തു? കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ തിരിച്ചുപോയി. അവരുടെ ആ കള്ളിമുൾ ചെടിയുടെ മുകളിലുള്ള അവരുടെ ഇരിപ്പിടത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. A few drops of blood glistened. അപ്പോൾ ആദ്യത്തെ ഒരൊറ്റ കടി കിട്ടിയില്ല. ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ മംഗൂസ് വിജയിച്ചു. അവൻ ആദ്യത്തെ കടി കടിച്ചത് കൊണ്ട് തന്നെ മൂർഖന്റെ ബാക്ക് ഭാഗത്തായിട്ട് ബ്ലഡ് ഗ്ലിസ്റ്റൻഡ്, രക്തം തിളങ്ങാൻ തുടങ്ങി. ഓൺ ദ കോബ്രാസ് ബാക്ക്. ദ കോബ്ര സ്ട്രക്ക് അഗൈൻ ആൻഡ് മിസ്ഡ്. വീണ്ടും കോബ്ര തിരിച്ച് മംഗൂസിനെ കൊത്തി, പക്ഷെ അത് മിസ്സായി. അഗൈൻ ദ മംഗൂസ് sprang, jumped, bumped into each other instead. Again the mongoose sprang to the side. വീണ്ടും ചെയ്തു? കോബ്ര കൊത്തുന്നു, മംഗൂസ് ഒരു സൈഡിലേക്ക് മാറുന്നു. ജംപ്ഡ് ഇൻ ആൻഡ് ബൈറ്റ്. എന്നിട്ട് തിരിച്ച് ആ മൂവ്മെന്റ് മാറി തിരിച്ചവൻ മൂർഖനെ കടിച്ചു.
Again the birds dived at the snake. ആ തക്കത്തിലും ആരെന്ത് ചെയ്തു? മൈനയും കാക്കയും തമ്മിൽ വീണ്ടും പാമ്പിനെ പിടിക്കാൻ എന്നുള്ള രൂപത്തിൽ, പാമ്പിനെ കൊത്താൻ എന്ന രൂപത്തിൽ രണ്ടുപേരും പറന്നു വന്നു. bumped into each other instead. രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടി. and returned streaking to the safety of the cactus. എന്നിട്ട് വീണ്ടും കാക്ടസിന്റെ കള്ളിമുൾ ചെടിയുടെ സുരക്ഷിത സ്ഥാനത്തേക്ക് അവര് തിരിച്ചുപോയി. Okay guys, listen to the next paragraph. The third round followed. ആദ്യത്തെ റൗണ്ടും ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മംഗൂസ് ഇവിടെ വിൻ ചെയ്തിരിക്കുകയാണ്. തേർഡ് റൗണ്ട് followed the same course as the first but with one dramatic difference. മൂന്നാമത്തെ റൗണ്ടും നേരത്തെ അതേപോലെ തന്നെ പാമ്പ് കൊത്തുന്നു, പിന്നെ കീരെന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് വ്യാജ മൂവ്മെന്റ് നടത്തുന്നു, പാമ്പിനെ കടിക്കുന്നു. ഇങ്ങനെ 2 റൗണ്ട് നടന്നു. മൂന്നാമത്തെ റൗണ്ടിലും ഏകദേശം അതേപോലെ തന്നെ നടന്നു. പക്ഷെ ചെറിയൊരു ഡ്രാമാറ്റിക് ഡിഫറൻസ്, ഒരു നാടകീയമായ വ്യത്യാസം. എന്താണ് വ്യത്യാസം? The crow and the myna, കാക്കയും മൈനയും still determined to take part in the proceedings. അവർ രണ്ടുപേരും ഈ സംഭവങ്ങൾ, ഈ യുദ്ധത്തിൽ ഭാഗവാക്കാവണം, അതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ dived at the cobra, മൂർഖന്റെ നേരെ അവരും പറന്നു ചെന്നു. But this time they missed each other. പക്ഷേ ഈ പ്രാവശ്യം, നേരത്തെ 2 പ്രാവശ്യം രണ്ടുപേരും കൂട്ടിമുട്ടി, ഈ പ്രാവശ്യം അവർ കൂട്ടിമുട്ടിയില്ല. പകരം they missed each other as well as their mark. ഇന്ന് അവരുടെ മാർക്കിലെത്തിയോ, പാമ്പിനെ കൊത്താൻ കഴിഞ്ഞോ? അതും കഴിഞ്ഞില്ല. The myna flew on and reached its perch. മൈന എന്ത് ചെയ്തു? ജസ്റ്റ് വേഗം പറന്നിട്ട് സുരക്ഷിതമായിട്ട് അവന്റെ കാക്ടസിന്റെ മുകളിലുള്ള ഇരിപ്പിടത്തിലേക്ക് വന്നു. But the crow tried to pull up in mid-air and turn back. കാക്കയും പറന്ന് തിരിച്ചിങ്ങോട്ട് വരണം എന്ന് വിചാരിച്ച് പുള്ളപ്പ് ചെയ്തു, ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് വിചാരിച്ചതായിരുന്നു. But in the second that it took him to do this, അവരത് തിരിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആ സെക്കൻഡിൽ തന്നെ the cobra whipped his head back and struck with great force. അവൻ എന്ത് ചെയ്തു? അവന്റെ തല, കോബ്ര ഇങ്ങനെ വീണ് കിടക്കാണ്, അവിടെ ഇങ്ങോട്ട് പൊങ്ങിയിട്ട് പിറകിലേക്ക് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു. വിപ്പിട് എന്ന് പറഞ്ഞാൽ ചാട്ടാന്നാണ്. വിപ്പിട് അതിശക്തമായിട്ട് അവൻ പ്രഹരിച്ചു, അടിച്ചു. ആരെ? his snout thudding against the crow's body. his snout എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ മുഖഭാഗത്തിനെയാണ് പറയാം. അപ്പൊ അവന്റെ ആ പത്തിയുള്ള ആ ഭാഗം കൊണ്ട് അവൻ കാക്കയുടെ ശരീരത്തിൽ ശക്തമായിട്ട് അടിച്ചു. തട്ട് എന്നാണ് അവന്റെ സൗണ്ടാണ്. നമ്മള് ഈ എന്താ പറയാ, ഇപ്പൊ കുട്ടികളൊക്കെ വലിയ നല്ല വണ്ണമുള്ള ആളുകളൊക്കെ വീണാൻ പറയില്ല, പൊത്തോന്ന് വീഴാം അല്ലെ, ചക്കട്ടം പോലെ എന്നൊക്കെ പറയും. ഈ സൗണ്ടിനെ തട്ട് എന്ന് പറയാം. അത്രയും ശക്തമായ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് മൂർഖൻ അവനെ കോബ്രയെ അടിച്ചു. മൂർഖൻ കാക്കയെ പ്രഹരിച്ചു. I saw the bird fly nearly 20 feet across the garden. ഞാൻ കണ്ടു ആ പക്ഷി, കുട്ടി പറയാണ്, ആ പക്ഷി ഒരു 20 അടിയോളം, ഗാർഡനിലൂടെ 20 അടിയോളം ദൂരേക്ക് തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ. എന്നിട്ട് അതെന്ത് ചെയ്തു? അവിടെ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചിറകിട്ടടിച്ചു. ഇറ്റ് ലേ സ്റ്റിൽ, പിന്നെ അനക്കമില്ല, അനങ്ങാതെ അവിടെ നിന്നു. The myna remained on the cactus plant. അപ്പോൾ മൈനയാണെങ്കിലോ കാക്ടസ് പ്ലാന്റിൽ അവിടെ തന്നെ ഇരുന്നു. മൂപ്പർക്ക് അനക്കില്ല. വെരി വൈസ്ലി അല്ലെ, വളരെ ബുദ്ധിപൂർവം refrained. മൂപ്പര് പിന്നെ എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല. ഫ്രം ഇന്റർഫിയറിങ് അഗെയിൻ. ആ ഒരു മംഗൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റിൽ പിന്നെ മൂപ്പര് ഇന്റർഫിയർ ചെയ്തില്ല, അത് തടസ്സപ്പെടുത്തിയില്ല. അതിനവര് മൈന എന്ത് ചെയ്തു? വൈസ്ലി റിഫ്രൈൻഡ് ചെയ്യാൻ നമ്മൾ ഒഴിവാക്കുക. വൈസ്ലി, വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു തീരുമാനം എടുത്തു. ഇനി അതിൽ പങ്കെടുത്താൽ തടി കേടാവുന്ന ആർക്ക് മനസ്സിലായി? മൈനക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം മൈന അവിടെ തന്നെ ഇരുന്നു. The cobra was weakening. കോബ്ര തളർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ മംഗൂസ്, കീരിയാണെങ്കിലോ വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, യാതൊരു ഭയവും ഇല്ലാതെ മൂർഖന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഒരു പ്രാവശ്യം നമ്മൾ വിൻ ചെയ്താൽ 2ാമത്തെ പ്രാവശ്യം നമ്മുടെ കോൺഫിഡൻസ് കൂടും. മംഗൂസിന് ഇവിടെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മൂർഖന്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവന്റെ ആ കുഞ്ഞിക്കാലുകളിൽ അവൻ ഇങ്ങനെ എണീറ്റ് നിന്നു. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, നേരെ ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ കുഞ്ഞിക്കാലിൽ നിവർന്നു നിന്നിട്ട് മൂർഖനെ അവന്റെ സ്നൗട്ടിൽ തന്നെ, സ്നൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മുഖഭാവം, ആ മുഖ ആ തലയുടെ ഭാഗത്ത് തന്നെ എന്ത് ചെയ്തു? ഒരൊറ്റ കടി കടിച്ചു. എന്നിട്ട് അവനെ അങ്ങനെ പിടിച്ചെടുത്തു. The cobra writhed and lashed about in a frightening manner. മൂർഖനാണെങ്കിലോ ഈ കടി കിട്ടിയിട്ട് writhed and lashed, അവനാകെ ഇങ്ങനെ വേദന കൊണ്ട് പൊളയാണ്. writhed എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പൊളഞ്ഞു. and lashed എന്ന് പറഞ്ഞാൽ കൈകാൽ നമ്മൾ ഇങ്ങനെ പൊളയുന്നതിനാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും വേദനയാവുന്ന സമയത്ത് നമ്മൾ പൊളയുന്നത്. അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ്സെൽഫ് അബൌട്ട് ദ മംഗൂസ്. അവൻ പിന്നെ ഒരു തക്കത്തിന് എന്ത് ചെയ്തു, മംഗൂസിനൊന്നും ഇങ്ങനെ ആകെ ചുറ്റി മംഗൂസിന്റെ ശരീരം അവൻ ചുറ്റി നോക്കി. പക്ഷേ ബട്ട് ഓൾ ടു നോ അവെയിൻ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ല. നോ അവെയിൻ, ഒരു ഫലമില്ല. മംഗൂസ് പിടിവിടുന്നില്ല. The little fellow hung grimly on. അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആ മൂർഖനെ പിടിച്ചിരിക്കുകയാണ്. He then until the snake had ceased to struggle. മൂർഖൻ ഈ അവന്റെ സ്ട്രഗിള്, അവന്റെ ആ ഒരു പരിശ്രമം നിർത്തുന്നത് വരെ, സീസ് ചെയ്യുന്നത് വരെ, സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ അവൻ ആ പിടുത്തം പിടിച്ചു. He then smelt along its quivering length. അങ്ങനെ അവന്റെ ആ പിടുത്തം നിന്നപ്പോൾ, അവന്റെ ഇളക്കം നിന്നപ്പോൾ, മൂർഖന്റെ ഇളക്കം നിന്നപ്പോൾ മംഗൂസ് എന്ത് ചെയ്തു, സ്മെൽറ്റ് along its quivering length. അവന്റെ ആ വിറക്കുന്ന ശരീരത്തിന്റെ കംപ്ലീറ്റ് ഭാഗം ഒന്നും ഇങ്ങനെ സ്മെൽറ്റ് ചെയ്തു, മണത്തു നോക്കി. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. എന്നിട്ട് അവൻ പത്തിയുടെ ഭാഗത്ത് തന്നെ പിടിച്ചുകൊണ്ട് dragged it into the bushes. മൂർഖനെ പിടിച്ചു വലിച്ചുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുപോയി, കുറ്റിക്കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. The myna dropped cautiously to the ground. ആ സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി മൈന ഡ്രോപ്പ്ഡ്, താഴോട്ട് വന്നു. എന്നിട്ടോ ഹോപ്ഡ് അബൌട്ട്, അല്പ ദൂരം ഇങ്ങനെ ചാടി ചെന്നു. peered into the bushes. എന്നിട്ട് ആ കുറ്റിക്കാട്ടിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കി. from a safe distance, വളരെ സുരക്ഷിതമായ ദൂരത്ത് നിന്നുകൊണ്ട് അങ്ങോട്ട് ഒളിഞ്ഞു നോക്കി. and then with a shrill cry of congratulation flew away. എന്നിട്ട് അഭിനന്ദനത്തിന്റെ ഒരു നിലവിളി, ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ശ്രീൽ എന്ന് പറഞ്ഞാൽ ആക്രോശം, നിലവിളി എന്നൊക്കെ അർത്ഥം, ഒരു അഭിനന്ദനത്തിന്റെ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house. കുട്ടി പറയാണ്, ഞാനും വളരെ ജാഗ്രതയോടുകൂടി മരത്തിൽ നിന്നും താഴോട്ടിറങ്ങി. I told grandfather of the fight I had seen. ഞാൻ ഈ കണ്ട ഫൈറ്റിനെ പറ്റി ഞാൻ മുത്തശ്ശനോട് കംപ്ലീറ്റ് പറഞ്ഞു. He was pleased that the mongoose had won. മംഗൂസ് ജയിച്ചു എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. He had encouraged it to live in the garden. കാരണം ഗാർഡനിൽ മംഗൂസ് നിൽക്കുന്ന കാര്യം പ്രോത്സാഹിപ്പിച്ചതാരാണ്? മുത്തശ്ശനാണ്. മംഗൂസ് അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞത് മുത്തശ്ശനാണ്. To keep away the snakes. എന്തിനു വേണ്ടി? പാമ്പുകൾ അവിടെ വരാതിരിക്കാൻ വേണ്ടി. And fed it regularly with the scraps from the kitchen. ഈ മുത്തശ്ശനാണെങ്കിൽ കിച്ചണിലുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഈ മംഗൂസിന് കൊടുക്കാറുണ്ട്. He had never tried taming it. എന്നാൽ മുത്തശ്ശൻ ഒരിക്കലും തന്നെ ഈ കീരിയെ ടൈം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ടൈം ചെയ്യാൻ മെരുക്കാൻ ശ്രമിച്ചിട്ടില്ല. Because wild mongoose was more useful than a domesticated one. കാരണം മുത്തശ്ശൻ അറിയാം, ഈ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിനേക്കാൾ, വളർത്തു മൃഗത്തേക്കാൾ ഏറ്റവും നല്ലത് ആര് തന്നെയാണ്? ഈ വന്യമൃഗങ്ങൾ തന്നെയാണ് നല്ലത് എന്ന് മുത്തശ്ശൻ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അവനെ ഒരിക്കലും ആ മംഗൂസിനെ മെരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. Okay, listen to the next page. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. പലപ്പോഴായിട്ട് ബന്യാൻ ട്രീയുടെ മുകളിൽ, ആൽമരത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് ഈ കീരി ഇങ്ങനെ പട്രോൾ ചെയ്യുന്നത്, പട്രോൾ ചെയ്യാൻ നമുക്ക് പോലീസ് പട്രോളിംഗ് നിൽക്കുക, നിരീക്ഷണം നടത്തുന്നത്, റോഡ് ചുറ്റുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരിക്കൽ അവനെ ഞാൻ കണ്ടപ്പോൾ അവന്റെ വായിൽ ഒരു കോഴിമുട്ട ഉണ്ടായിരുന്നു. And knew he had been in the poultry house. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ കോഴിക്കൂടിലും സന്ദർശിക്കുന്നുണ്ട് എന്ന്. But he hadn't harmed the birds. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ പക്ഷികളെ, മീൻസ് ഈ കോഴികളെ അവൻ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. And I knew grandmother would forgive him. പക്ഷെ എനിക്കറിയാം കോഴിമുട്ട മോഷ്ടിച്ചതിന് ഒരിക്കലും മുത്തശ്ശി അവനെ വഴക്ക് പറയില്ല, അവന് forgive ചെയ്തിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. As long as he kept the snakes away from the house. കാരണം ഈ സ്റ്റീലിംഗ് നടത്തുന്നത് മുത്തശ്ശിക്ക് കുഴപ്പമില്ല, കാരണം അവൻ പാമ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്നും അകറ്റി നിർത്തുന്നുണ്ട് എന്ന കാരണത്താൽ. The banyan tree was also setting for what we were to call the strange case of the grey squirrel and the white rat. ഒരു വിചിത്രമായ കേസ്, അതായത് ഗ്രേ സ്ക്വിറലിന്റെയും വൈറ്റ് റാറ്റിന്റെയും ഒരു വിചിത്രമായ കേസിന് കൂടി സാക്ഷിയാണ് ഈ ആൽമരം. ഗ്രേ സ്ക്വിറൽ, ചാര നിറത്തിലുള്ള വൈറ്റ് റാറ്റ്.
The white rat was grandfather's. Grandfather's സ്വന്തമാണ് ഈ white rat. He had bought it from the bazaar for 4 annas. അദ്ദേഹം 4 അണക്ക് വാങ്ങിയതാണ് ഈ വൈറ്റ് റാറ്റിനെ. എവിടുന്ന്? ബസാറിൽ നിന്ന്. അണ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു കോയിനാണ്. അതായത് ഒരു അണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസയുടെ 16 ഒരു അണ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഈ 4 അണക്ക് മുത്തശ്ശൻ വാങ്ങി കൊണ്ടുവന്നതാണ് ഈ വൈറ്റ് റാറ്റിനെ ബസാറിൽ നിന്നും. But I would often take it with me into the roots and branches of the old tree. മുത്തശ്ശൻ്റെതാണെങ്കിലും ഞാൻ പലപ്പോഴും അവനെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ആൽമരത്തിന്റെ റൂട്ടിലേക്ക്, വേരിന്റെ ഭാഗത്ത് കൊണ്ടുപോകാറുണ്ട്, കൊമ്പിലേക്ക്, മുകളിലുള്ള കൊമ്പുകളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. Banyan Tree, where it soon struck up a friendship with one of the squirrels. ആൽമരത്തിൽ എത്തിയപ്പോഴോ അവിടെ ഉള്ള ഒരു സ്ക്വിറലുമായിട്ട് ഈ വൈറ്റ് റാറ്റ് പെട്ടെന്ന് ചങ്ങാത്തത്തിലായി. They would go off together on little excursion among the branches. അവർ രണ്ടുപേരും പലപ്പോഴും എന്ത് ചെയ്യും? ആൽമരത്തിന്റെ മുകളിലുള്ള കൊമ്പുകളിലേക്ക് പലപ്പോഴും അവര് ടൂർ പോലെ, എക്സ്കർഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് സഞ്ചരിക്കാറുണ്ട്. Then the squirrel started building a nest. അപ്പോഴാണ് അണ്ണാൻ ഒരു ചെറിയ കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. At first she tried building it in my pockets. ആദ്യമൊക്കെ ഈ കൂടുണ്ടാക്കിയത് എവിടെയാണ്? എൻ്റെ പോക്കറ്റിലാണ്. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്? And when I went indoors and changed my clothes, I would find straw and grass falling out. വീട്ടിനുള്ളിലെത്തി ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത്, പാൻറ്റൊക്കെ എടുത്ത് ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് പാൻറ്റിനുള്ളിൽ നിന്ന് ചിലപ്പോൾ എന്തുണ്ടാവും? വൈക്കോലും പുല്ലൊക്കെ ഇങ്ങനെ വീഴുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനുള്ളിലാണ് ആദ്യം അണ്ണാൻ കൂടുണ്ടാക്കാൻ തുടങ്ങിയത്. നമ്മൾ പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ പോക്കറ്റിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം കാണിച്ചു എന്ന്. അപ്പൊ അങ്ങനെ അവിടെയാണ് കൂടുണ്ടാക്കാൻ തുടങ്ങിയത് എന്ന് എനിക്ക് മനസ്സിലായി. Then one day grandmother's knitting was missing. അങ്ങനെ ഒരിക്കൽ മുത്തശ്ശിയുടെ തുന്നൽ സാമഗ്രികൾ, knitting എന്ന് പറഞ്ഞാൽ തുന്നുക, തുന്നൽ സാമഗ്രികൾ മിസ്സായി, കാണാതായി. We hunted it for everywhere but without success. ഞങ്ങൾ എല്ലായിടത്തും അത് തെരഞ്ഞു, but without success. യാതൊരു വിജയവും ഉണ്ടായില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. Next day, പിറ്റേ ദിവസം I saw something glinting in the hole in the banyan tree. പിറ്റേ ദിവസം ബനിയൻ ട്രീയുടെ ഒരു പൊത്തില്, ഒരു മാളത്തിൽ എന്തുണ്ട്? ഒരു തിളക്കം ഞാൻ കണ്ടു. Going up to investigate, അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ I saw that it was the end of grandmother's knitting needle. മുകളിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അതെന്തായിരുന്നു? മുത്തശ്ശിയുടെ നിറ്റിംഗ് നീഡിൽ, മുത്തശ്ശി തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ അറ്റമാണ് ആ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഓൺ ലുക്കിംഗ് ഫർദർ, കൂടുതൽ ഞങ്ങൾ അവിടെ തെരഞ്ഞപ്പോൾ കൂടുതൽ അതിനുള്ളിൽ തെരഞ്ഞപ്പോൾ I discovered, എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടെത്തി that the hole was crammed with knitting. തുന്നൽ സാമഗ്രികൾ കൊണ്ട് ആ പൊത്ത് നിറഞ്ഞിരിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി. And amongst the wool were 3 baby squirrels, all of them white. അതിനുള്ളിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ട്. അത്ഭുതകരം, ആ 3 അണ്ണാൻ കുഞ്ഞുങ്ങളും വെളുത്തവരായിരുന്നു. വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളായിരുന്നു ആ മാളത്തിനുള്ളിലുള്ളത്. Grandfather had never seen white squirrels before. സാധാരണ നമ്മൾ ഇങ്ങനത്തെ അത്ഭുത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളോടാണ് അതിനെപ്പറ്റി ചോദിക്കുക. അപ്പൊ ഇവിടെ കുട്ടി മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. മുത്തശ്ശൻ ഇന്ന് വരെ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടേ ഇല്ല. And we gazed at them in wonder. ഞങ്ങൾ എല്ലാവരും കൂടി ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. We were puzzled. ഞങ്ങൾ ആകെ അമ്പരന്ന് പോയി for some time. But when I mentioned the white rats frequent visits to the tree, പക്ഷേ ഈ വെള്ള എലി, വെളുത്ത എലി പലപ്പോഴായിട്ട് ആൽമരത്തിൽ എത്താറുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ grandfather told me that the rat must be the father. മുത്തശ്ശൻ പറഞ്ഞു, ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരായിരിക്കും? വെളുത്ത എലിയായിരിക്കും എന്ന് മുത്തശ്ശൻ പറഞ്ഞു. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് were related to each other. കാരണം എലികളും അണ്ണാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. He said, and so it was quite possible. അതുകൊണ്ട് തന്നെ നല്ല സാധ്യതയുണ്ട് for them to have offsprings in this case. White squirrels, വെളുത്ത അണ്ണാനും വെളുത്ത എലിയും അണ്ണാനും തമ്മിൽ നല്ല റിലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ
സ്വാഭാവികമായിട്ടും അവർക്ക് മക്കളുണ്ടാകാനും ആ ഉണ്ടാകുന്ന മക്കൾ വെളുത്തതാകാനും സാധ്യത കൂടുതലുണ്ട് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ ദ ലെസൺ. നിങ്ങൾക്ക് വളരെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റിന്റെ സൈഡിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്ത് നോക്കുക. ആൻസർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് പാഠഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ആ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ ആൻസറും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ആക്ടിവിറ്റി പാർട്ടിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് അവരുടെ പ്രത്യേകതകൾ, അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി ഒരു ലെറ്റർ എഴുതാനാണ്. ലെറ്റർ നമുക്കറിയാം, രണ്ട് ടൈപ്പ് ലെറ്റർ ഉണ്ട്. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, അല്ലെങ്കിൽ നമുക്കതിനെ ഒഫീഷ്യൽ ലെറ്റർ, പേഴ്സണൽ ലെറ്റർ എന്ന് പറയാം. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള, അതാണ് ഒഫീഷ്യൽ ലെറ്റർ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കോ ഒക്കെ എഴുതുന്ന കത്തിനെയാണ് നമ്മൾ പേഴ്സണൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കഥയിലെ പ്രൊട്ടാഗണിസ്റ്റായ മെയിൻ കഥാപാത്രമായ ആ കുട്ടി അവന്റെ കൂട്ടുകാരനെ പറ്റിയിട്ട് മറ്റൊരു കൂട്ടുകാരന് കത്തെഴുതുകയാണ്. ആരാണ് അവന്റെ ആത്മരത്തിലെ കൂട്ടുകാരൻ? സ്ക്യുറൽ. ആ സ്ക്യുറലിനെ പറ്റി ഒരു കൂട്ടുകാരന് കത്തെഴുതുകയാണ്. അപ്പൊ അതില് നമുക്ക് കൂടുതലൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫോർമാറ്റും കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ആത്മഹത്യത്തിൽ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അണ്ണാനുമായിട്ട്, അതായത് അവന്റെ പോക്കറ്റിൽ കൂട് കൂട്ടുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് കുട്ടി ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. അതെല്ലാം വെച്ചിട്ട് ആ ലെറ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ കുട്ടിയെ സഹായിക്കുക എന്നുള്ള ജോലിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഫ്രം ദ ലെസൺ യു കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്രത്തോളം ആ കുട്ടി നാച്ചുറുമായിട്ട് he had lived in harmony with the nature. He could understand that things from this lesson. Okay, see you in the next class. Bye.